ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അതായത് ഫ്രൈഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചൂട് ചായ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഒരു മസാല ദോശ കഴിക്കാൻ തോന്നി. കാര്യം എന്താ വെച്ചാൽ ഫ്രൈഡേയിൽ ഇപ്പോൾ പൊതുവേ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ കുക്കിംഗ് വളരെ കുറവാണ്. കാര്യം വെച്ചാൽ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇക്കൊക്കെ ഓഫീസിലേക്ക് കുറച്ച് നേരത്തെ പോകണം. അപ്പോൾ ഇക്ക കൂടുതലും ഫ്രൈഡേയ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുറത്തുനിന്നായിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വലിയ കാര്യമായിട്ട് ഉള്ള കുക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു മസാല ദോശ ഓർഡർ ചെയ്തു. സ്ഥിരം ഞാൻ എന്നും വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്നുള്ള മസാല ദോശ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് 2 ചട്നിയും ഒരു സാമ്പാറുമാണ്. അപ്പോൾ എന്താണ്, ചൂട് ചായയും കൂടെ ചേർത്തിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ട് ഏലക്കയാക്കി ഇട്ടിട്ടുള്ള നല്ല പതപ്പിച്ച അടിപൊളി ചായ. ഈ ചായ കുടിക്കുമ്പോൾ തന്നെ ഒരു റിഫ്രഷ്മെൻ്റാണ്. നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കൂടി ആകുമ്പോഴത്തേനും പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ടേസ്റ്റാണ്. ആ സാമ്പാറും ചമ്മന്തിയും എന്താണ് ആ ദോശയ്ക്കുള്ളിലെ മസാലയും ദോശയും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നല്ല മസാല ദോശയും നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മുടെ തൊട്ടടുത്താണ് റെസ്റ്റോറൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് 5 മിനിറ്റ്സിനുള്ളിൽ ഡെലിവറി എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡിൻ്റെ ചൂടും കാര്യങ്ങളും ഒന്നും നഷ്ടപ്പെടാതെ തന്നെ വളരെ ഫ്രഷായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ കറക്റ്റ് ചായയും കൂടെ വെച്ചതിന് ശേഷം ചായ വെക്കാൻ കയറുന്ന സമയത്താണ് ഫുഡ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ചായ റെഡിയായി ആകുന്ന സമയത്ത് തന്നെ നമുക്ക് ചൂടോട് കൂടിയിട്ട് നമ്മുടെ മസാല ദോശ കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞാൻ 2-3 പീസ് പേരയ്ക്ക കട്ട് ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റിയുള്ള, നല്ല മധുരം, അത്യാവശ്യം നല്ല സ്വീറ്റൊക്കെയുള്ള, ക്രഞ്ചി ആയിട്ടുള്ള നല്ല അടിപൊളി പേരയ്ക്ക. അപ്പോൾ പേരയ്ക്ക കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചതിന് ശേഷം ലഞ്ചായപ്പോഴത്തേനും ഞാൻ ലഞ്ചിന് വേണ്ടി എടുത്തിരുന്നത് ഉച്ചക്കത്തേന് നൈസ് പത്തിരി തന്നെയാണ്. അപ്പം നൈസ് പത്തിരിയും നമ്മുടെ പൊട്ടറ്റോ കുറുമ കറി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാൻ എടുത്തിരുന്നത്. പൊട്ടറ്റോ കുറുമ നല്ല പച്ച തേങ്ങ ഒക്കെ അരച്ച് ചേർത്തിട്ട് നല്ല പച്ചമുളകൊക്കെ കീറിയിട്ട് കടുകൊക്കെ അത്യാവശ്യം പൊട്ടിച്ച് നല്ല അടിപൊളി പൊട്ടറ്റോ കറി. ഈ പൊട്ടറ്റോ കറിയുടെ കൂടെ നൈസ് പത്തിരി എന്ന് പറയുന്നത് അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ വളരെ ടേസ്റ്റ്. അപ്പം എനിക്ക് ചോറ് ഇഷ്ടമാണ്, ഉച്ചയ്ക്ക് ചോറ് ഇഷ്ടമാണ്. അത് നന്നായിട്ട് തോന്നുന്ന ദിവസങ്ങളിലാണ് ഞാൻ കൂടുതലായിട്ട് ചോറ് ഉച്ചയ്ക്ക് എടുക്കുന്നത്. അപ്പം ചോറ് വേണ്ടാന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ലഞ്ച് സ്കിപ്പ് ചെയ്യാറില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ തന്നെ കഴിക്കും. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 നൈസ് പത്തിരിയും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ കുറുമയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പത്തിരിയുടെ കൂടെ നല്ല രുചിയാണ്. ഈ ഒരു പൊട്ടറ്റോ കറി എന്ന് പറയുന്നത് അത്യാവശ്യം കുറുകിയ ഒരു കറിയാണ്. ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല. കാരണം പച്ച തേങ്ങ ഒക്കെ കുറച്ച് കൂടുതൽ അരച്ച് ചേർക്കുന്നു. പിന്നെ പൊട്ടറ്റോ എന്ന് പറയുമ്പോഴത്തേനും ഒരു കൊഴുപ്പുണ്ടല്ലോ കറിക്ക്. അപ്പോൾ പൊട്ടറ്റോയും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു മൗത്ത് വാട്ടറിങ് ഡിഷ് എന്നൊക്കെ പറയാം. നല്ല രുചിയുണ്ടായിരുന്നു. ഇത് എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയത് ഇത് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പത്തിന്, ഇടിയപ്പത്തിന്, പൂരിക്ക് ഒക്കെ ഇത് ഭയങ്കര സൂപ്പർ കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നി. ചപ്പാത്തിക്കൊക്കെ അസാധ്യ കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്ത് എൻ്റെ ലഞ്ച് ഞാൻ കഴിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വെരി ടേസ്റ്റി സൂപ്പർ ലഞ്ച്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ലൈറ്റായിട്ട് എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് കുനാഫായിരുന്നു. ഷുഗർ സിറപ്പൊക്കെ ഒട്ടുമേ ഇല്ലാതെ തീരെ കുറച്ചിട്ട്, എന്നാൽ ഒരു മൈൽഡ് സ്വീറ്റ്നെസ് എവിടെയോ ഉണ്ട് താനും. അപ്പോൾ ആ ക്രീമിൻ്റെയൊക്കെ ഒരു സ്വീറ്റ്നെസ്സും എല്ലാം കൂടെയാണ്. അപ്പോൾ ഞാൻ മധുരം ഒട്ടുമേ ചേർക്കാതെ 1-2 പീസ് കുനാഫ കഴിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പാളിപ്പോയ കുനാഫയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ കുനാഫ എന്നൊക്കെ പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റി കുനാഫ ആണെങ്കിൽ അപ്പം തന്നെ പാത്രം കാലിയാക്കുന്നതാണ്. ഇതൊരു പാളിപ്പോയ കുനാഫ ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വളരെ എൻജോയ് ചെയ്ത് ലഞ്ച് കഴിച്ചതിന് ശേഷം കുറച്ച് മധുരവും കൂടെ കഴിച്ചതിന് ശേഷം
കുനാഫയാണ് നമ്മുടെ എന്താണ് ഒരുപാട് സ്വീറ്റൊന്നുമില്ല, ഉള്ളിലെ ആ ക്രീമും അതുപോലെ തന്നെ ആ ഒരു കുനാഫയുടെ ആ ഒരു സംഭവം എല്ലാം കൂടെ ചേർത്തിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോഴത്തേനും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഇന്നലത്തേനേക്കാളും കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഇന്ന് തോന്നി. ഞാൻ മോൾക്ക് കുറച്ച് കുനാഫ കൊടുത്തു നോക്കിയതാണ്, അവൾക്ക് പോകുന്നില്ല. അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് കുനാഫയൊക്കെ കഴിച്ചു. അതിനുശേഷം ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും കഴിഞ്ഞ ദിവസത്തെ കുറച്ച് കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ അത് കുറച്ച് ബീഫും എല്ലും സ്പൈസി ആയിട്ടുള്ള കപ്പയും എല്ലാം കൂടെ ചേർന്നിട്ട് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേനും ചെറുതായിട്ട് വിശന്നു. ചോറുണ്ണാത്തത് കൊണ്ട് തന്നെ ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കപ്പ ബിരിയാണി എടുത്ത് കഴിക്കുകയാണ്. അത്യാവശ്യം സ്പൈസി ആയിട്ട് കുഴപ്പമില്ല, ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി. ഇത് നമ്മൾ വാങ്ങിച്ചതാണ്, കഴിഞ്ഞ ദിവസം ചായക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് കുറച്ച് മിച്ചം ഇരുന്നപ്പോഴത്തേനും അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കഴിച്ച് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈവനിങ് ചായ ഇല്ല. ഈവനിങ് ഇക്ക ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വൈകുന്നേരം ചായ വെക്കലും കുടിക്കലും ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇക്ക ഇല്ല, ഇക്ക പുറത്തെങ്ങാണ്ടോ എന്തോ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ചായയും കാര്യങ്ങളൊന്നും വെച്ചില്ല. വിശന്നപ്പോൾ കുറച്ച് കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കഴിക്കുകയാണ്. എനിക്ക് കപ്പ ബിരിയാണി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കപ്പ ഫാനൊന്നും അല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം മക്കളെയൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് ഒരു കുഞ്ഞ് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പർച്ചേസ് കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള വിശേഷങ്ങൾ ഞാൻ പിന്നീട് കാണിക്കാം. അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞു പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പർച്ചേസ്. അപ്പോൾ മക്കളുടെ ഓരോ ആക്ഷൻസും കാര്യങ്ങളും ജസ്റ്റ് ഞാൻ കുറച്ചൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അതിന് ശേഷം ലിഫ്റ്റൊക്കെ ഇറങ്ങി താഴേക്ക് പോയി. നമ്മുടെ വണ്ടി ഇപ്പം വന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ വണ്ടി പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റിയില്ല, ജസ്റ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വണ്ടി എടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു. നേരെ അങ്ങ് വണ്ടിയിൽ കയറിയിരുന്ന് പോയാൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു പരിപാടി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ ക്ലൈമറ്റൊക്കെ അത്യാവശ്യം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തണുപ്പ് സമയത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും, പിന്നെ സൈറൂന് കുറച്ച് ഷൂവ്, അങ്ങനെയുള്ള കുഞ്ഞു പർച്ചേസും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു 7:30 ഒക്കെ ആയി. അപ്പോൾ ചെറുതായിട്ടൊന്ന് വിശന്നു. അപ്പോൾ ഒരു ചിക്കൻ റോളോ എന്തെങ്കിലും ലൈറ്റായിട്ട് വാങ്ങിച്ച് വണ്ടിയിൽ വെച്ച് തന്നെ കഴിച്ചുകൊണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ പാഴ്സൽ നമുക്ക് കിട്ടി. അപ്പോൾ ചിക്കൻ റോളാണ്. അപ്പോൾ ചിക്കൻ റോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് വാങ്ങിക്കുന്ന ഒരു ചിക്കൻ റോളാണ്. അപ്പോൾ അതും കഴിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ പോയതിന് ശേഷം നമ്മുടെ പർച്ചേസ് വീഡിയോ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇടുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പോയ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ വർസാൻ്റെ അടുത്തുള്ള മിർദിഫ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പം മിർദിഫ് സിറ്റി സെൻറ്ററിലാണ് പോയത്. മിർദിഫ് സിറ്റി സെൻറ്ററിൽ സെൻറ്റർ പോയിൻറ്റിൽ ആണ് നമ്മൾ പോയത്. സെൻറ്റർ പോയിൻറ്റിൽ കിഡ്സിൻ്റെ സെക്ഷനിൽ പോയി. കിഡ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് മക്കൾക്കുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് നോക്കി. നോക്കണം. അപ്പം മക്കൾക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പം നമ്മൾ നേരെ സെൻറ്റർ പോയിൻറ്റിലേക്ക് പോവുകയാണ്. സെൻറ്റർ പോയിൻറ്റിലേക്ക് കിഡ്സ് സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ സൈറൂന് ഇപ്പോൾ എടുക്കുന്നത് ഇഷ്ടമല്ല. നമ്മളിപ്പം ഇങ്ങനെ നടക്കുന്ന മോൾസിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അവൾക്ക് മസ്റ്റായിട്ട് ഇപ്പം നടക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിച്ച് നടന്നുകൊണ്ടൊരു നടക്കലാണ് അവളുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത്. മാളുകളിലൊക്കെ നമുക്കിവിടെ ഇപ്പം UAE നാഷണൽ ഡേയുടെ സംഭവങ്ങൾ, അതുപോലെ തന്നെ ഡിസംബർ ആകാൻ പോകുന്നു, ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ, അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ മാളുകളിലൊക്കെ ഒരു അത്യാവശ്യം നല്ല ഭംഗി, നല്ല വൈബാണ്. അപ്പോൾ നമ്മൾ സെൻറ്റർ പോയിൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പോവുകയാണ്. സെൻറ്റർ പോയിൻറ്റിൽ കിഡ്സിൻ്റെ സെക്ഷനിൽ നമ്മൾ പോവുകയാണ്. അപ്പം നമ്മുടെ ഒരു മിനി പർച്ചേസ്, നമ്മൾ വിചാരിച്ച പോലെ ഒരുപാട് ഓഫേഴ്സോ കാര്യങ്ങളോ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു മിനി പർച്ചേസൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങി. ഇനിയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഡിന്നർ എന്ന് പറയുന്നത് എൻ്റെ കസിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മൂത്തുമ്മ, എൻ്റെ അമ്മച്ചിയുടെ സിസ്റ്റർ മൂത്തുമ്മ വിഭവസമൃദ്ധമായിട്ടുള്ള ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂത്തുമ്മയുടെ സ്പെഷ്യലായിട്ട്, മൂത്തുമ്മ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു കുക്കാണ്. അപ്പോൾ മൂത്തുമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ, അതുപോലെ തന്നെ ബീഫ് എല്ല് കറി, ചിക്കൻ കറി, പത്തിരി, അതുപോലെ തന്നെ ഇത് നമ്മുടെ പിടിയും കോഴിയും, അതുപോലെ തന്നെ കപ്പ പുഴുങ്ങിയത്, ചിക്കൻ കറി, പിന്നെ എൻ്റെ ഫേവറേറ്റാണ് മണിപ്പുട്ട്.
അങ്ങനെ ഒരുപാട് ഐറ്റംസ്, തേങ്ങാപ്പാൽ, അങ്ങനെ വിഭവസമൃദ്ധമായിട്ട് നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു കോംബോ മുത്തുമ്മ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ കസിൻ്റെ വീട്ടിലാണ് ഇന്ന് ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ വന്നപാടെ തന്നെ നമ്മളൊരു മാംഗോ ജ്യൂസ് കുടിച്ചിരുന്നു. എന്തോ തിരക്ക്, എല്ലാവരെയും കണ്ടപ്പോഴത്തേനും ഒരു തിരക്ക്, ഹറിബറി ആയതുകൊണ്ട് തന്നെ ഫുഡുകളും കാര്യങ്ങളൊന്നും ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സ്പെഷ്യലാണ്, ഫേവറേറ്റാണ്, മണിപ്പുട്ടെന്ന് പറഞ്ഞിട്ട്. ഇത് ചിക്കൻ ഫ്രൈക്കകത്ത് മൂത്തുമ്മ നല്ല കറിവേപ്പിലയും സവോളയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊരിച്ചു കോരി ഇത് നല്ല അടിപൊളിയായിട്ട് ബീഫ് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റി ഡിന്നറായിരുന്നു. അപ്പോൾ അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് സ്വീറ്റായിട്ട് ഒരു കാരാമലൈസ് പുഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, കാരാമൽ പുഡിങ്. ഇതെന്ന് പറയുന്നത് കപ്പ ബിരിയാണിയാണ്. അപ്പോൾ അതാ ഞാൻ കഴിക്കാൻ വേണ്ടി ഫുഡ് എടുത്തതാണ്. ഞാൻ വലിയ ഡീറ്റെയിൽഡായിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.